രോഹിത് ശർമ്മയുടെ മറവിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹം പാസ്പോർട്ട് മറക്കാറുണ്ട്, മൊബൈൽ ഫോൺ മറക്കാറുണ്ട്, ചിലപ്പോൾ ടോസിന് വന്ന കോയിൻ മറക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം തന്നെ ഹർഭജൻ സിംഗുമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ, റീസെൻ്റായി നടന്നൊരു ഇൻ്റർവ്യൂവിൽ പങ്കുവച്ചൊരു കഥ പറയാം. 2013 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണ് മുംബൈ ഇന്ത്യൻസ് കളിയാണ്. അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ടീം മാനേജ്മെൻറ്റും അന്നത്തെ ടീം മാനേജറായ അനിൽ കുംബ്ലെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും എല്ലാവരും കൂടി ടീം മീറ്റിങ്ങിൽ തീരുമാനിച്ചത് നമുക്ക് എന്തായാലും ടോസ് കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ടോസിന് പോയ രോഹിത് ശർമ്മ എടുക്കുന്നത് ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അദ്ദേഹത്തിന് ടോസ് കിട്ടി ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബാറ്റിംഗ് ആണ്. അപ്പം തിരിച്ചു വന്ന അനിൽ കുംബ്ലെ ഞെട്ടി. അപ്പോൾ അനിൽ കുംബ്ലെ നേരെ രോഹിത് ശർമ്മയോട് ചോദിച്ചു, ഇതെന്താ സംഭവം, നിങ്ങൾ ഫസ്റ്റ് ബാറ്റിംഗ് എന്തിനാണ് എടുത്തത്, സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നല്ലോ നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ശർമ്മ പറഞ്ഞു, അനിൽ ഭായി, സംഭവം അവിടെ നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും കൂടി ഫസ്റ്റ് ബാറ്റിംഗ് ആണ് അനുകൂലമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്നുള്ളത്. പക്ഷേ രോഹിത് ശർമ്മ സത്യത്തിൽ അതും എന്ത് ഡിസിഷനാണ് അവരെടുത്തതെന്നുള്ള കാര്യം മറന്നുപോയി എന്നാണ് പറയുന്നത്. ഭാഗ്യത്തിന് ആ കളി രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയും കിരീടം ഉയർത്തുകയും ചെയ്തു. ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. നന്ദി.